സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു സ്ഥിരം സ്വഭാവമാണല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പപ്പായ. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. കറി എന്ന് പറയുമ്പോൾ ഒഴിച്ചു കറിയൊന്നും അല്ല കേട്ടോ, എന്നാലും ഇത് കൂട്ടി ചോറുണ്ണാൻ നല്ല രസമാണ്. അതിന് പപ്പായ തോലൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ വന്നാൽ മതി. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല കേട്ടോ, അടുപ്പിലോ ഗ്യാസിലോ വെച്ച് വേവിച്ചെടുത്താലും മതി. കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും ചേർത്തോളൂ. നല്ല പോലെ അരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ രീതിയിൽ അരഞ്ഞാലും മതി. എന്നിട്ട് കടുക് താളിച്ചെടുക്കാം. അതിന് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് വേവിച്ച പപ്പായയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ, കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. ഇത് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു കറി കൂടെയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കൂടെ ഉണ്ടാവും. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.